ഹായ്, നിങ്ങൾ മെജോറിറ്റി സ്റ്റുഡൻസിനെ പോലെ ഓഡിറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒരു ഡിഫിക്കൽട്ട് പേപ്പർ ആണ് എന്ന് കൺസിഡർ ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹായ്, ഇറ്റ്സ് മീ CA Sanjay Prabhu. As a faculty for auditing and SM for the past 7 years, teaching more than 5,000 plus students, എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം വെരി ഓണസ്റ്റ്ലി, ഓഡിറ്റിംഗ് ആൻഡ് SM ഒരിക്കലും ഒരു ഡിഫിക്കൽട്ട് സബ്ജക്ട് അല്ല. പക്ഷെ നിങ്ങൾ ഈ സബ്ജക്റ്റിനെ എങ്ങനെ കാണുന്നു ഈസ് വെരി ഇമ്പോർട്ടന്റ്. യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സബ്ജക്ട്, യുവർ അപ്രോച്ച് ടുവേർഡ്സ് സബ്ജക്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഞാൻ പറഞ്ഞതല്ല, ICAയുടെ പേപ്പർ എക്സ്പെർട്സ്, അതായത് ഓഡിറ്റ് പേപ്പറിന്റെ എക്സ്പെർട്സ് ICA ട്യൂബിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ആ വീഡിയോ കിടക്കുന്നുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. ഫാക്കൽറ്റീസ് പറയുന്നതും സ്റ്റുഡൻസ് മനസ്സിലാക്കുന്നതും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ, ഇഫ് യു ആർ ഹാവിംഗ് പ്രോപ്പർ കോൺസെപ്റ്റൽ ക്ലാരിറ്റി റിഗാർഡിംഗ് ദ സബ്ജക്ട് പ്ലസ് ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ്. ഇതൊരു തിയറി സബ്ജക്റ്റ് ആണ്. സോ ദ മോർ you practice question, more confidence you will be having on the subject. So ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയിട്ട്, ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസ് അടുത്ത് പറയാനുള്ളതാണ്, ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. തേർഡ് തിങ്, റൈറ്റിംഗ് പ്രാക്ടീസ്. ഈ 3 ടിപ്സ്, അതായത് കോൺസെപ്റ്റൽ ക്ലാരിറ്റി, ക്വസ്റ്റ്യൻ ആൻസർ റീഡിംഗ് പ്രാക്ടീസ് ആസ് വെൽ ആസ് ക്വസ്റ്റ്യൻ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ഈസിലി സ്കോർ ഗുഡ് മാർക്സ് ഇൻ ബോത്ത് സബ്ജക്ട്, that is auditing as well as strategic management. And the most important thing, how you see this subject is going to make the difference. From the very beginning, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും നിങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ അടുത്തും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഓഡിറ്റിംഗ് അല്ലെങ്കിൽ SM ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് സബ്ജക്ട് ആണ്, ബുക്കിനകത്തുള്ളത് അതുപോലെ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. സോ ഫ്രം ദ വെരി ബിഗിനിങ് തന്നെ നിങ്ങൾക്കൊരു നോഷൻ ഉണ്ട്, ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് സബ്ജക്ട് ആണ്. സോ അങ്ങനെ ഒരു നോഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഫസ്റ്റ് തിങ്, ഹാവ് ആൻ ഓപ്പൺ മൈൻഡ് ടു ആക്സെപ്റ്റ് ദിസ് സബ്ജക്ട്. So as a student, what can I do? Point number 1, have a loving and welcoming attitude towards the subject. Point number 2, if you feel like you are not strong enough with the concept, do purchase a good conceptual clarity class and choose your mentor wisely. Point number 3, nalloru question bank vaanga and practice all the questions from the question bank. With all these 3 tips, I can assure you, you can score good marks in both auditing as well as strategic management. So signing off, this is CA Sanjay, your faculty for auditing and SM. Thank you.